അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനാദരവുകൾ നിറഞ്ഞ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ഇബാദത്തുകളും നന്മകളെല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലും അള്ളാഹുവിൻ്റെ സന്തോഷത്തിലും അള്ളാഹുവിൻ്റെ തൃപ്തിയിലുമായിട്ട് അള്ളാഹു തആല ആക്കി തരട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഓരോ ദിവസം നമ്മൾ മുന്നോട്ട് കടക്കും തോറും ഓരോരോ വേദനപ്പെടുത്തുന്ന, സങ്കടപ്പെടുത്തുന്ന വാർത്തകളാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളോട് ഞാൻ പറയുന്നത്, സഹോദരങ്ങളോട്, അല്ലെങ്കിൽ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മതസ്ഥരായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒരുപക്ഷെ എൻ്റെ പ്രഭാഷണങ്ങളിലോ അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സുകളിലോ ഒന്നുകിൽ ഞാൻ അമ്മായിയമ്മ എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ മകൾ എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു മകളെ പുതിയ ഒരു വീട്ടിലേക്ക് കല്യാണം കഴിപ്പിച്ച് അയച്ചു വിടുമ്പോൾ ഒരു ഉമ്മ മകൾക്ക് എന്താണ് ഉപദേശം കൊടുക്കേണ്ടുന്നത് എന്നെല്ലാം ഉള്ളതിനെപ്പറ്റി വളരെ വളരെ ആത്മാർത്ഥമായി ഞാൻ നിങ്ങളോട് സംവദിക്കാറുണ്ട്. പക്ഷേ അതെല്ലാവർക്കൊന്നും അതിഷ്ടപ്പെടണമെന്നൊന്നുമില്ല, എല്ലാവർക്കൊന്നും ആ ഒരു വഴിയിലൂടെ വരണം എന്നൊന്നുമില്ല. പലരും പല പല ക്വാളിറ്റിയിലുള്ളവരാണ്. എന്നാലും എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഞാൻ എടുത്തു പറയുകയാണ്, ഞാൻ ആരുടെയും ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എല്ലാവരും നല്ല ഉഷാറാണെന്ന് പറയാൻ വേണ്ടിയിട്ടോ അല്ല ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഞാൻ സംസാരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകളുടെ സങ്കടങ്ങൾ, ഒരുപാട് സഹോദരിമാരുടെ വിഷമങ്ങൾ നമ്മൾ വാർത്തകളിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ നമ്മൾ കാണുമ്പോൾ ഏതെങ്കിലും ഒരാളെങ്കിലും ഇതൊന്ന് കേട്ട് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലേക്ക് അതൊരു പാഠമാവുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതുപോലത്തെ വീഡിയോസുകളൊക്കെ ഞങ്ങൾ ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ തൊട്ടടുത്ത് ഒരുപാട് വാർത്തകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തൊട്ടടുത്ത് കുഞ്ഞുമക്കളെ അവിടുന്ന് ജനലിലൂടെ എടുത്തെറിഞ്ഞതും അങ്ങനെ തുടങ്ങി പല പല കഥകൾ. ഇതാ വീണ്ടും ഒരു യുവതി കൂടി ജീവനൊടുക്കിയിരിക്കുന്നു. വെറും 19 വയസ്സ് മാത്രമാണ് ആ പെൺകുട്ടിക്ക് പ്രായമുള്ളത്. വിവാഹം കഴിഞ്ഞ് 1 മാസം തികയുമ്പോഴേക്കും ഭർത്താവുമായി പിണങ്ങി അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിലാണ് ആ പെൺകുട്ടി ആ കടുംകൈ ചെയ്തിട്ടുള്ളത്. മുടി കുറഞ്ഞതിൻ്റെ പേരിലും അധിക്ഷേപം. വിവാഹം കഴിഞ്ഞ് 39-ാം നാൾ 19-കാരിയുടെ ആത്മഹത്യയാണ്. മരിക്കുമ്പോൾ ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരി, ആ പൊന്നുപെങ്ങൾ ഗർഭവതിയാണ്. ആലപ്പുഴ തൃക്കുന്നപ്പുഴയിൽ വിവാഹം കഴിഞ്ഞിട്ട് വെറും 39 ദിവസങ്ങൾ മാത്രമാണ്. അങ്ങനെ കഴിഞ്ഞുപോയ വേളയിൽ 19-കാരിയായ യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവിനും കുടുംബത്തിനുമെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി പെൺകുട്ടിയുടെ ബന്ധുക്കളും. പക്ഷെ എന്തായാലും ഞാനിപ്പോൾ ഇവിടെ വായിച്ച ഒരു വാർത്ത വന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, വീടിൻ്റെ അകത്തട്ടിൽ ആദ്യം മനുഷ്യനെ നമ്മൾ മനസ്സിലാക്കുക. ഒരു മനുഷ്യനിക്ക് സൗന്ദര്യം കൊടുക്കുന്നത് അള്ളാഹുവാണ്. ഈ മനുഷ്യനെ അള്ളാഹുവാണ് പടക്കുന്നത്. ഒരു മനുഷ്യനിക്ക് അള്ളാഹുവിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ അവനവൻ്റെ ശരീരത്തിലേക്ക് നോക്കണം എന്നുള്ളതാണ്. മൻ അറഫ റബ്ബഹു ഫഖദ് അറഫ നഫ്സഹു എന്നാണ്. ഒരു മനുഷ്യനിക്ക് അള്ളാഹുവിനെ അറിയണോ, അവനവൻ്റെ ശരീരങ്ങളിലേക്ക് നോക്കട്ടെ. അവൻ്റെ ശരീരങ്ങളെ അവൻ നോക്കിക്കഴിഞ്ഞാൽ അവനിക്കറിയാം എങ്ങനെയാണ് ആ ഒരു വഴിയിലൂടെ അള്ളാഹുവിനെ അവനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല കോടാനുകോടി മനുഷ്യന്മാരെ ഈ ദുനിയാവിൻ്റെ പുറത്ത് പടച്ചിട്ടുണ്ട്. എല്ലാവരുടെയും വിരലുകളുടെ അടയാളങ്ങളും കൈരേഖകളും ഒരുപോലെയല്ല. ലോകത്തിങ്ങളൊന്ന് നോക്കി, ഒരുപാട് ആളുകളുടെ കൈരേഖകൾ അവിടെ ഇപ്പോൾ തമ്പ് പതിപ്പിക്കണം, എയർപോർട്ടിൽ പോയാൽ വേണം, അതുപോലെ തന്നെ റേഷൻ കടയിൽ പോയാൽ വേണം, എല്ലാ സ്ഥലങ്ങളിലും അത് വേണം. പക്ഷേ എല്ലാവരുടെയും ഒരുപോലെയാണെങ്കിൽ ആരുടെയെങ്കിലും ഒരാൾക്കുള്ള തമ്പ് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാം കിട്ടും. അങ്ങനല്ല. അള്ളാഹുവിൻ്റെ പടപ്പ് ഓരോന്നും ഓരോരോ ക്വാളിറ്റിയിലാണ്. അവനിക്കിനി വെളുപ്പുള്ള മനുഷ്യനായിരിക്കണോ, അതല്ല അവന് കറുത്തവനായിരിക്കണോ, അതല്ല അവൻ്റെ കണ്ണിന് കാഴ്ചയുള്ളവനായിരിക്കണോ, അതല്ല ആ പെൺകുട്ടിക്ക് മുടി കൂടുതലായിരിക്കണോ, മുടി കുറച്ച് കൊടുക്കണോ, ഇതൊക്കെ റബ്ബിൻ്റെ തീരുമാനമാണ്. വിവാഹം കഴിയുന്ന നാളുകൾ ആദ്യത്തെ 1 2 ദിവസമോ 3 ദിവസമോ ഒന്നും ഒരു വിഷയമില്ല. അന്നിനി മുടി കുറഞ്ഞാലും വേണ്ടില്ല, നിറം കുറഞ്ഞാലും വേണ്ടില്ല, അവളെപ്പോലെ രാജകുമാരി ലോകത്തില്ല. എന്നാൽ പിന്നങ്ങോട്ട് ദിവസങ്ങൾ കഴിയുമ്പോൾ നിനക്ക് മുടി കുറവായി, പിന്നെ നിന്നെ കൊള്ളില്ല, കാണാൻ കൊള്ളില്ല, എൻ്റെ കൂടെ ഇപ്പം നടത്താൻ കൊള്ളില്ല എന്നുള്ള എല്ലാ ചിന്തയിലൂടെ മനുഷ്യന്മാർ മുന്നോട്ട് പോകുമ്പോൾ ഈ പറയുന്ന ഓരോരുത്തരും ഒന്ന് നോക്കണം,
ആദ്യം നമ്മളിലേക്ക് നോക്കുക. നമുക്കെന്തെല്ലാം കുറവുകളുണ്ട്, നമുക്കെന്തെല്ലാം ന്യൂനതകളുണ്ട്, അതെല്ലാം നമ്മൾ മറച്ചു വെച്ചിട്ട് മറ്റൊരാൾ നമ്മൾ ആക്ഷേപിക്കാൻ. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ കൊണ്ടുവന്ന ആ ഒരു ഭാര്യ, ഈ ഭാര്യയുടെ ഭർത്താവിൻ്റെ ഉമ്മ, ആ ഉമ്മക്കുമുണ്ട് 2 പെൺമക്കൾ. അവർ രണ്ടുപേരും പല ക്വാളിറ്റിയിലായിരിക്കും. ഒന്നുകിൽ അവരിൽ ഒരാൾക്ക് മുടി കുറവുണ്ടാവും, മറ്റൊരാൾക്ക് മുടി കൂടുതലുണ്ടാകും, മറ്റൊരാൾക്ക് സൗന്ദര്യമുണ്ടാകും, ഈ ഒരാൾക്ക് സൗന്ദര്യം കുറവുണ്ടാകും. ഈ ഉമ്മ എന്തു മനസ്സിലാക്കണം? ഈ വന്ന പെൺകുട്ടി ഒരു ഉമ്മയുടെ മകളാണ്, ഒരു ബാപ്പയുടെ മകളാണ്, പാവപ്പെട്ടവളാണ്. അവൾക്ക് മുടി കുറഞ്ഞതിൻ്റെ പേരിൽ അവളെ കുറ്റപ്പെടുത്താൻ ഞാനോ എൻ്റെ മകനോ പാടില്ല. യഥാർത്ഥ ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം മകനെങ്ങനെ പറഞ്ഞാലും, അല്ലെങ്കിൽ ആ കൊണ്ടുവന്ന പെണ്ണിന് സൗന്ദര്യമില്ല എന്ന് പറഞ്ഞാലും, ഈ പയ്യൻ്റെ ഉമ്മ പറഞ്ഞ് മനസ്സിലാക്കണം, മോനെ ഒരിക്കലും അങ്ങനെ പറയരുത്, മോനെ ഒരിക്കലും അങ്ങനെ പറയരുത്. അവളൊരു പാവമാണ്, അവളൊരു സങ്കടമുള്ളവളാണ്. ഒരുപാട് കഷ്ടപ്പെട്ട്, ഒരുപാട് വേദനകൾ സഹിച്ച്, ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് ആ പെൺകുട്ടിയെ ഇവിടത്തേക്കൊന്ന് പറഞ്ഞു വിടുന്നത്. അതുകൊണ്ട് മോനെ നീ അവളെ പൊന്നുപോലെ നോക്കണം. എന്തിന്? ഇപ്പോൾ അഷ്കർ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ, ഇപ്പം കണ്ടല്ലോ, ആ പാവപ്പെട്ട പിഞ്ചു കുഞ്ഞിനെ കൊന്നുകളയാൻ വേണ്ടിയിട്ട് എല്ലാ സജ്ജീകരണങ്ങളും ചെയ്ത് അഷ്കർ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാര്യ, ആ ഭാര്യയുടെ വെളിപ്പെടുത്തലുകൾ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വളരെയേറെ മൃഗീയമായി ആ പെൺകുട്ടിയെ അവിടെ നിന്ന് ഉപദ്രവിച്ചതിൻ്റെ, ഇന്നും ആ പെൺകുട്ടി ആ ഒരവസ്ഥയിൽ, നാക്ക് പോലും തിരിയാത്ത ഒരവസ്ഥയിൽ, അള്ളാഹു ആ പൊന്നുമോളെ രോഗത്തിന് ഷിഫ കൊടുക്കട്ടെ, സങ്കടങ്ങൾ അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ, എല്ലാ പ്രയാസങ്ങളും അള്ളാഹു താല മാറ്റിക്കൊടുക്കട്ടെ. അവിടെ നിന്ന് ഒന്ന് നല്ലതുപോലെ സംസാരിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വലിച്ചിട്ടതാരാ? ഈ ചെറുപ്പക്കാരനാണ്. അപ്പോൾ ജീവിതത്തിൽ നമ്മളിലേക്ക്, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ ചെറുപ്പക്കാരോട് പറ, അള്ളാഹു നമുക്ക് തരുന്ന ഇണകളാണവർ. അതിപ്പോൾ നമ്മൾ തീരുമാനിക്കുന്നില്ല, റബ്ബ് അള്ളാഹുവിൻ്റെ തീരുമാനം. ആ തീരുമാനത്തിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളോട്, സഹോദരിമാരോട് പറയാ, നമ്മൾ അള്ളാഹുവിലേക്ക് കൊടുക്കുക. റബ്ബ് നമുക്ക് തന്ന ഒരു ഇണയാണ്. നാളെ അള്ളാഹു ചോദിക്കും, ഞാൻ എനിക്ക് ഇങ്ങനെ ഒരു സന്തോഷം നിൻ്റെ ജീവിതത്തിലേക്ക് തന്നിട്ട് നീ എന്തു ചെയ്തു? നമ്മൾ എന്താ പറയാനുള്ളത്? നമ്മുടെ കയ്യിലൊന്നുമില്ല. അവളെ അടിച്ചതോ, അവളെ ചീത്ത വിളിച്ചതോ, അവളെ കുറ്റപ്പെടുത്തിയതോ, അവളെ കളിയാക്കിയതോ, അവളെ ആക്ഷേപിച്ചതോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. 19 വയസ്സുള്ള ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട പൊന്നുമോള് ജീവനെടുക്കുമ്പോൾ ആ പൊന്നുമോളുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് വളരുന്നുണ്ട്. അങ്ങനെ അത്രത്തോളം ഒരു പെൺകുട്ടി ആത്മഹത്യയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ മനസ്സിൻ്റെ വേദനയും സങ്കടവും ദുഃഖവും അത് എത്ര പറഞ്ഞാലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റൂല. അത്രയും വേദനയും സങ്കടവും ഉള്ളത് കൊണ്ടാണ് സഹോദരങ്ങളെ ആ പെൺകുട്ടി ആ ഒരു കാര്യം അവിടെ നിന്ന് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഓരോ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന വീട്ടുമ്മമാരും ഭർത്താക്കന്മാരുടെ പിന്നെ ഭർത്താവിൻ്റെ ഉമ്മയൊക്കെ ശ്രദ്ധിക്കണം. പടച്ചോനെ, എൻ്റെ മോളെപ്പോലത്തൊരു മോളാണ് ഇല്ലേ? ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ചിലർ പറയും എനിക്ക് വട്ടാണ്, എനിക്ക് ഭ്രാന്താണ് എന്നൊക്കെ ഒരു പക്ഷേ പറഞ്ഞേക്കാം. പക്ഷേ ഇത് നിങ്ങൾ വേണ്ടുന്ന കോലത്തിൽ യഥാർത്ഥപരമായി നിങ്ങളൊന്ന് ചിന്തിച്ച് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൻ്റെ യഥാർത്ഥപരമായ വഴികളിലൂടെ കടന്നു പോകാൻ പറ്റും. നിങ്ങളുടെ മക്കളുടെ ജീവിതം ഭാസ്വരമാക്കാൻ പറ്റും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരു സഹോദരിമാർക്കും ഭർത്താവിൻ്റെ കുടുംബക്കാരോ അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങൾ കാരണത്താലോ ആത്മഹത്യ ചെയ്യേണ്ടുന്ന ഒരവസ്ഥ അല്ലാഹു തആല വെക്കാതിരിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.